എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് പുലാവ് പോലെ ആയിപ്പോയെന്ന് ഇനി ആരും പറയരുത്. ഇതുപോലെ ഒന്ന് വെച്ച് നോക്ക്. വളരെ എളുപ്പമാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ മടിയുള്ളപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ലഞ്ചും ഡിന്നറുമാണ് നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. വെജിറ്റബിൾ അരിയുന്നൊരു താമസം മാത്രമേ ഉള്ളൂ, അതും വളരെ കുറച്ച് മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലെ ഉണ്ടാക്കി കൊടുത്തു വിടാനായിട്ട് പറ്റിയ റെസിപ്പിയാണ്. ഇനിയിപ്പോൾ കറിയില്ല എന്ന് വെച്ചാൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയും അടിപൊളിയാണ്. നമ്മൾ ഇന്നിവിടെ കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. 4-5 പേർക്കുള്ള അളവിനുള്ള റെസിപ്പിയാണ് നമ്മൾ പറയുന്നത്. അതിനായിട്ട് നമുക്ക് 1.5 കപ്പ് ബാസ്മതി റൈസ് വേണം. നല്ല ക്വാളിറ്റി ഉള്ള ബാസ്മതി റൈസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം 3-4 വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കണം. അതിനുശേഷം നമുക്കിത് ഊറ്റി മാറ്റി വെക്കാനുള്ളതാണ്. ഇതിവിടെ നിന്ന് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 7-8 ചെറിയ ബീൻസും, ഒരു ചെറിയ കഷ്ണം ക്യാബേജും, ഒരു ചെറിയ പിടി സ്പ്രിംഗ് അണിയനും എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് അണിയൻ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെലറിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇതുകൂടാതെ നമുക്ക് ക്യാപ്സിക്കവും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് എൻ്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. ആദ്യം തന്നെ നമുക്ക് ഈ പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെക്കണം. ബീൻസ് ഇതുപോലെ കനം കുറഞ്ഞ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ്സ് ആയിട്ട് നമ്മൾ ക്യാരറ്റും ചെറുതായിട്ട് ക്യാബേജും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ സ്പ്രിംഗ് അണിയൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് അണിയൻ്റെ പച്ചഭാഗം മാത്രം നമ്മൾ കുറച്ച് നീളത്തിൽ ലാസ്റ്റ് ചേർക്കാനായിട്ട് മാറ്റി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പച്ചക്കറികൾ കൂടാതെ നമുക്ക് വെളുത്തുള്ളിയും സവാളയുള്ളിയും വേണം. 7-8 ചെറിയ വെളുത്തുള്ളിയും ഒരു ചെറിയ സവാളയുള്ളിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. സവാളയുള്ളി ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എഗ് ഫ്രൈഡ് റൈസിന് മുട്ട വേണം. 1.5 കപ്പ് അരിക്ക് നമ്മൾ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മുട്ട, വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 3 എടുത്താലും മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജോലി. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. ആദ്യം നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് 2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചധികം വെള്ളം. ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഉപ്പും കുറച്ച് എണ്ണയും ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കണം. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കുതിർത്തതിന് ശേഷം നമ്മൾ ഊറ്റി മാറ്റി വെച്ച് അരി ചേർത്ത് കൊടുക്കുക. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ തന്നെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അരിയുടെ വേവാണ്. ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല. ഒരു 1/4 വേവാകുമ്പോൾ തന്നെ നമ്മളിത് ഊറ്റി മാറ്റി വെക്കണം. പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് തന്നെ നമ്മളിതിവിടെ വെച്ചിട്ട് വേറെ എവിടോട്ടും പോകാതെ അവിടെ തന്നെ നിൽക്കുക. വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രൈഡ് റൈസ് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിന് 1/4 വേവായി കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ ഊറ്റി മാറ്റേണ്ടതാണ്. നമ്മളിന്ന് കഴിച്ചു നോക്കുമ്പോൾ വെന്തിട്ടുണ്ടാവണം, എന്നാൽ ആ ഒരു കട്ടി പോകരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് നേരം ചൂടുവെള്ളത്തിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ പിന്നീടും അത് കുക്കായി പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഊറ്റി വെക്കാം. ഊറ്റിയാൽ ഉടനെ തന്നെ ഇത് നിരത്തിയിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആവിയുടെ ചൂടിന് പിന്നെയും ഇത് കുക്കായി പോകും. ഒന്നെങ്കിൽ നമുക്കിത് 2 പ്ലേറ്റിലായിട്ട് മാറ്റി നിരത്തിയിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു അരിപ്പയിൽ നമുക്കിത് നിരത്തിയിട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് രാത്രിയിൽ കുക്ക് ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് നമുക്ക് ഫ്രൈഡ് റൈസ് ആക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനായിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും. അതല്ല ഇപ്പം തന്നെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഫാൻ്റെ അടിയിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് ഇത് തണുപ്പിച്ചെടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈഡ് റൈസ് ആക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. ഫാൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം നേരിട്ടങ്ങ് ഫ്രൈഡ് റൈസ് ആക്കുകയാണ്. നമ്മുടെ ചോറിങ്ങനെ വിട്ടുവിട്ടിരിക്കണം, തമ്മിൽ ഒട്ടാതിരിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വലിയ വോക്കില്ലേ ചൈനീസ്, അതിലാണ് ഉണ്ടാക്കുന്നത്. അതില്ലാന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു കടായിൽ ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വലിയ നിരപ്പുള്ള പാത്രത്തിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മളിത് മിക്സ് ചെയ്യാൻ നേരം കുറച്ച് സ്ഥലം വേണം. അപ്പോൾ ഏറ്റവും വലിയ പാത്രത്തിൽ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമ്മളൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണിത് സ്ക്രാമ്പിൾ ചെയ്തെടുത്തത്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി നല്ല മണമൊക്കെ വന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ക്യാബേജും സ്പ്രിംഗ് അണിയനും ചേർത്ത് കൊടുക്കാം. നീളത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ച സ്പ്രിംഗ് അണിയൻ്റെ ആ ഒരു പച്ച പാർട്ട് മാത്രം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. നേരത്തെ പറഞ്ഞ കണക്ക് ക്യാപ്സിക്കം കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. പച്ചക്കറി സോഫ്റ്റ് ആവുന്നവരെ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ക്രഞ്ചി ആയിട്ട് എന്നാൽ കുക്കായി കിട്ടും.
ഈ സമയത്ത് നമുക്കിതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്ത് കുറച്ച് സെക്കൻഡ്സ് മാത്രം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ് റെഡോ ഗ്രീനോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പം ചില്ലി സോസ് കയ്യിലില്ലാന്ന് വെച്ചാൽ പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് എരിയില്ലാത്ത ഒരു പച്ചമുളക് കുനുകുനാന്നരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. സോസ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. വേവിച്ച് തണുപ്പിച്ച അരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ മിക്സ് ചെയ്യാൻ നേരം ഈ അരി ഇങ്ങനെ ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നെങ്കിൽ സിലിക്കൺ സ്പൂൺ വെച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ തടിത്തവി വെച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് നോക്കുക. സ്റ്റീൽ സ്പൂണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈസ് പൊടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അവർ മുകളിലേക്ക് എറിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കാണാറില്ലേ വലിയ വോക്കിൽ. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് അണിയൻ്റെ പച്ചഭാഗം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു സൗണ്ട് കേൾക്കും. ഇതിനാണല്ലോ നമ്മൾ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കറക്റ്റ് ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെയാണ്. അപ്പോൾ ഇതുവരെ ഫ്രൈഡ് റൈസ് ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കാണുന്ന അത്രയും പാടുപോലുമില്ല നമ്മൾ തയ്യാറാക്കി നോക്കുമ്പോൾ. അപ്പോൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ഫീഡ്ബാക്കൊക്കെ പറയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കണ്ട. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.